നമ്മുടെ വേല് നമ്മ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാ 7 hours എടുക്കും, അല്ലെ 3 hours എടുക്കും, എത്ര hours എടുക്കും. നമ്മളെ പോണ ഉപയോഗം ഫുള്ളും കേട്ടോ. അതെ, ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മള് മൂന്നാറ് പോണ ഒരു ട്രിപ്പിന്റെ ഒരു വീഡിയോ ആണ്. ഇപ്പൊ നമ്മ പോണ ടൈം എന്നാണ് ഇപ്പൊ ആളല്ലേ എന്റെ അച്ഛന്റെയും അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി ആയോണ്ട് പോണേന്ന്. ദേ അച്ഛനമ്മയൊക്കെ നിക്കണ്. ഹലോ ഗൈസ്, ഞങ്ങള് മൂന്നാർ, ഇപ്പം മിരം പറഞ്ഞ പോലെ ഞങ്ങള് മൂന്നാർ ട്രിപ്പ് പോണേ. ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. ഇന്നല്ല കേട്ടോ വെഡിങ് ആനിവേഴ്സറി, ഈ വരുന്ന April 16 ആണ് വെഡിങ് ആനിവേഴ്സറി. ഞങ്ങള് കുഞ്ഞിയുടെ ഫസ്റ്റ് ട്രിപ്പാണ് മൂന്നാറിലേക്ക്. അപ്പോ കുഞ്ഞിയും ഭയങ്കര എക്സൈറ്റഡ് ആണ്. കുഞ്ഞു മൈക്കിൽ പിടിച്ചോണ്ടിരിക്കണേണ്. അപ്പൊ എന്തായാലും ഞങ്ങളുടെ ഒപ്പം നിങ്ങളും പോര് മൂന്നാറിലേക്ക്. So we are heading out to see the Munnar resort. We are on the way to Munnar, so let's see the views we go. Wow, what a nice view. വ്ളോഗ് ചെയ്യുന്നത് ഫസ്റ്റ് ടൈം ആണ്. അപ്പോ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. നമ്മളൊപ്പം വരിക, എൻജോയ് ചെയ്യുക. ഞങ്ങൾ എന്തെങ്കിലും ഒരു പുതുമയൊക്കെ ഉണ്ടെങ്കിൽ, ഞങ്ങൾ വേറെ എവിടെയെങ്കിലൊക്കെ കയറുന്നുണ്ടെങ്കിൽ, കാണാത്ത എന്തെങ്കിലും സ്ഥലങ്ങളുണ്ടെങ്കിൽ നമ്മൾ കാണിച്ചുതരാം. അതൊക്കെ നിങ്ങൾ കാണുക, എൻജോയ് ചെയ്യുക. നോക്കാം എങ്ങനെ ഉണ്ടാവും നമ്മുടെ മൂന്നാർ ട്രിപ്പ് എന്നും ഞങ്ങളുടെ ഫസ്റ്റ് ഒരു ട്രിപ്പ് വ്ളോഗ് എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ നോക്കിയിട്ട് ബാക്കി ഇതിനനുസരിച്ച് നല്ലതാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇനിയും ട്രിപ്പുകൾ പോകുമ്പോൾ ഞങ്ങളത് വീഡിയോ ആക്കുന്നതാണ്. വേറെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അവിടെ മൂന്നാർ തന്നെ കയറി കാണാനായിട്ട്. അതിനാണ് ഇത്ര നേരത്തെ ഇറങ്ങിയത്. അപ്പൊ അവിടെ കയറുമ്പോൾ അതിന്റെ വിശേഷങ്ങൾ ഞങ്ങൾ പങ്കെടുക്കാം. ഓക്കെ, എനിവേ ലെറ്റ്സ് ഗോ ടു മൂന്നാർ. ഞങ്ങൾ പോകുന്നത് എരൂർ ഭാഗത്തു നിന്നാണ്. അപ്പോൾ തൃപ്പൂണിത്തറ വഴിയാണ് പോകുന്നത്, തിരുവാങ്കുളം. അതാണ് നിങ്ങൾ കാണുന്ന ഗൈസ്. ഇനി കുറച്ചങ്ങോട്ട് പോയിട്ട് ബാക്കിയുള്ള വിഷയങ്ങൾ കാണാം. ഒന്നും കഴിച്ചിട്ടില്ല, വിശന്നിട്ട് നല്ല വയ്യ. അപ്പൊ ഒരു ഹോട്ടൽ തപ്പിയാണ് ഇപ്പൊ നടക്കുന്നത്. അവിടെ നിന്നെങ്കിലും നല്ലൊരു ഭക്ഷണം കഴിച്ചിട്ട് വേണം ഇത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ചായ കുടിക്കണം അല്ലേ? ഹലോ ഗൈസ്, അപ്പോ നമ്മ കഴിക്കാൻ വന്നിരിക്കാണ്. നമ്മുടെ ഇതാണ് ആര്യാസിലാണ് നമ്മ കഴിക്കാൻ പോകുന്നത്. വെജാണ്. നമുക്ക് കഴിച്ചിട്ട് കാണാം. ഹലോ ഗൈസ്, അപ്പോ ശരി. അപ്പോ അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചു, ആര്യാസിന്ന് ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ ഇറങ്ങിയേക്കണേണ്. വീണ്ടും നമ്മുടെ ട്രിപ്പ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പോ ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ബോറടി ആയിരിക്കും, കാരണം എന്റെ ഫസ്റ്റ് ട്രൈ ആണ്. അതായത് ഇതിനു മുമ്പ് ഞാൻ ചെയ്തിരുന്നു, പിന്നെ അത് കഴിഞ്ഞ് വിട്ടതിന് ശേഷം ഫസ്റ്റ് ട്രൈ ആണ്. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല എന്നും പറഞ്ഞ് ചിലപ്പോൾ മിക്കവാറും കമന്റിൽ വന്നിട്ട് ഇതോടെ നീ ഈ പണി നിർത്തിക്കൊള്ളണം എന്നൊക്കെ ആയിരിക്കും പറയുന്നത്. എന്തായാലും നമ്മൾ ഇറങ്ങി തിരിച്ചല്ലേ, ചെയ്തു നോക്കാം. ഓക്കെ, എന്നെ ആദ്യം പറഞ്ഞു ബോറടിപ്പിക്കുന്നില്ല. ഇനി അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഞങ്ങൾ പോകുന്ന മൂന്നാർ എത്താറാകുമ്പോൾ കാണിച്ചു തരാം. ഓക്കെ guys, so please like and comment the video. പൊട്ട വീഡിയോ ഒന്നും പറയരുത് ഗൈസ്. സോ ഹലോ ഗൈസ്, സോ ഇന്ന് നമ്മുടെ ഒരു പുതിയൊരു സ്ഥലത്ത് വന്നേക്കാണ്. നല്ല ഹണി കോമ്പൻ്റൊക്കെ ഇട്ടുള്ള സാധ്യതകള്. ഇവിടുത്തെ ഇങ്ങനത്തെ സാധനങ്ങൾ ഹണി കോമ്പൻ്റൊക്കെ വേണം. ഇങ്ങനത്തെ ഒരു സാധനങ്ങളാണ്. പിന്നെ നമ്മുടെ ഈ സാധനങ്ങളൊക്കെ ഈ സാധനങ്ങളൊക്കെ ബി ബോക്സ് ആണ്. ഇവിടെ ബി ഉണ്ട്, ഇവിടെ ഞാൻ ഉണ്ട്. ഇവിടെ ഇതൊക്കെ എല്ലാം ഇതാണ്. ഗൈസ്, നിങ്ങൾ ഈ കാണുന്നത് ചെറിയ ഈച്ചകൾ, ചെറു തേനീച്ചകൾ വന്ന് കളക്ട് ചെയ്ത് വെക്കുന്ന കൂടാണ് ഈ കാണുന്നത്. ഈ കാണുന്നത് വലിയ തേനീച്ചകൾ, വലിയ തേനീച്ചകൾ പുറത്തൊക്കെ നിറയണ്ട കേട്ടോ.
ഇവിടെ നല്ല ഫ്രഷ് തേൻ അവൈലബിൾ ആണ്. ഇവർക്കിടെ ഷോപ്പ് തന്നെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. ഇവിടെ ഞങ്ങൾ വാങ്ങി. ഇന്ന് നമ്മൾ പുളി റൂട്ടിൽ കൂടി പോകണം. നിങ്ങൾ എന്തായാലും കാണണം ഗൈസ്. ആ ഒരു റൂട്ട് നിങ്ങൾ കണ്ടേൽ എന്തായാലും പോന്നു. മഴയൊക്കെ സാധാരണ നമ്മൾ പോകുന്നത് വേറൊരു റൂട്ടാണ്. നമുക്കൊരു ഡീവിയേഷൻ വന്നു. ആ ഡീവിയേഷനിൽ കൂടി കയറിയപ്പോ കാണുന്ന റൂട്ടാണ്. അപ്പൊ ഇത് കണ്ടപ്പോ ഞങ്ങൾ ഇതിലേക്ക് കൂടി ഫസ്റ്റ് ടൈമാണ്. അപ്പൊ അത് കാരണം നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാന്ന് വിചാരിച്ചു. എങ്ങനെ അടിപൊളിയല്ലേ സംഭവം, കൊള്ളാട്ടാ. ഒരു നിഗൂഢതയൊക്കെ നിറഞ്ഞ വഴി. പിന്നെ എന്ത് ഈ പാട് കുഞ്ഞെ എണീറ്റാ. ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോഴാണ് കഴിക്കണത്. ഞങ്ങളൊന്ന് ഹണി കോമ്പ്, സന്ധ്യക്ക് ഭയങ്കര ഒരു ആഗ്രഹം ഹണി കോമ്പ് കഴിക്കണമെന്ന്. ഒരു ഹണിയുടെ മ്യൂസിയത്തിൽ കയറി അവിടുന്ന് സാധനം പൊക്കി കേറിയിട്ടുണ്ട്. ഇനിയിപ്പോ കുറച്ചാള് കഴിയുമ്പോ നാളെ തൊട്ട് സന്ധ്യ ഹണി കോമ്പൊക്കെ കഴിച്ച് തേൻ നുകരം നടക്കും എല്ലായിടത്തും. തേൻ നുരയാൻ നടക്കും. തേനി കഴിച്ച് അവസാനം തേനീച്ചയിപ്പോ അതാണ് നമ്മുടെ ലക്ഷ്യം. അതേപോലെ നല്ല വളം നല്ല കാട്, നമുക്ക് റിലാക്സ് ചെയ്യാ ഇങ്ങനെ പോവാതെ. പക്ഷെ ഉലി പൊളച്ചിട്ട് മാത്രമേ ഉള്ളൂ, വേലുള്ളൂ. ആ ഒരു സാധനം നിങ്ങൾ നല്ല സുഖമായിട്ട് ഇവിടെ സുന്ദര കുട്ടപ്പനെ ഇതുപോലെയാണ്. പക്ഷെ ഒരു അടിപൊളി റൂട്ട് കാണിക്കുന്നതിന് ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ വിത്ത് ഓൾ യുവർ ഫ്രണ്ട്സ് പ്ലീസ്. മറക്കണ്ട, ഷെയർ വിത്ത് ഓൾ യുവർ ഫ്രണ്ട്സ് അല്ലേ വിലു? യെസ്. സീൻ കാണാൻ കാണിച്ചാലോ നിങ്ങൾ ഞെട്ടിപ്പോവും. ഇതാണ് ഓരോ പാളകലാണ് ഇത്. സ്ഥലം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്തും ഈ മറ്റേ വ്യൂ കൂടും ഗൈസ്. ഉണ്ടാ ഇപ്പൊ ഈ ഒരു വേട്ടവാളിയം കാണാൻ എനിക്ക് പിടിക്കാൻ പറ്റില്ല. ഇതാണ് നമ്മുടെ ആദ്യം കാണിച്ചു തരാന്ന് പറഞ്ഞ സാധനം. ഇപ്പോഴേക്കും മാളിപ്പോയത് പാറയാണ്. ഇത് എവിടെ എത്തുമെന്ന് അറിയത്തില്ല. ഓരോ പാറകളാണ് പറഞ്ഞിരിക്കുന്നത്. ചെറുതോണി, കുത്തുപാറ, പിന്നെ എന്താണ് മലക്കപ്പാറ, അങ്ങനെ ഏതോ പാറകളൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ഇപ്പൊ ലാസ്റ്റ് ബോർഡ് കണ്ടത് ചെറുതോണി എന്ന് പറഞ്ഞുള്ള ബോർഡാ കണ്ടത്. റിസോർട്ട് എത്തിയിട്ട് ഇനിയും പോകാൻ 1 മണിക്കൂറുണ്ട്. എത്തിയെന്ന് വിചാരിച്ച് ബാഗും തൂക്കിയിട്ട് ഇരിക്കണേണ് വണ്ടിയുടെ ഉള്ളില്. ഇതാണ് ഇതേ ഒരാൾ ഡ്രൈവിംഗ് സീറ്റിലും കയറി, കണ്ടോ? ഡ്രൈവിംഗ് സീറ്റിൽ കയറി വണ്ടി ഓടിക്കണേണ്ട. ഇനി 3 ആൾക്ക് ഇയാളായിരിക്കും വണ്ടി ഓടിച്ച് പോകാൻ പോണേ അല്ലേ? സന്ധ്യക്ക് തലവേനയൊക്കെ വന്നിട്ട് തിരിഞ്ഞിരിക്കും. ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് പോവാം. വെറുപ്പിക്കലാണോ? ആണല്ലേ? നമ്മുടെ റിസോർട്ട് എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ റിസോർട്ട്. യെസ്, ഭയങ്കര കയറ്റമാണ്. ഇതാണ് നമ്മുടെ റിസോർട്ട്. ഇതായിരിക്കും നമ്മുടെ റിസോർട്ട്. സോ ഞങ്ങളുടെ പാർക്കിംഗ്. സോ നമുക്ക് ആത്തോട്ടൊന്ന് നോക്കാട്ടോ. ഓക്കെ, ആത്തോട്ടൊന്ന് നോക്കാം. സന്ധ്യ ഡിക്സൺ. ഇവിടെ ഇറങ്ങാലോ. സോ നമുക്ക് സ്ഥലം ഒന്ന് കണ്ടിട്ട് പറയാം. ഓക്കേ, ഇതാണ് ഗൈസ് നമ്മുടെ വ്യൂ. ആണ് വ്യൂ. ആത്ത് കയറി ഒന്ന് നോക്കാം നമ്മുടെ സ്ഥലം.
So let's go and see the resort. പിന്നെ എടുക്കാം അതല്ല വീഡിയോ നമുക്ക് റൂമിലെത്തിയിട്ട് കാണാം. ഓക്കെ, നമ്മുടെ റൂമിലെത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് റൂമൊന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, ഇതാണ് മോനെ നമ്മുടെ റൂമ്. മറ്റേ ചെറിയ ഫ്രിഡ്ജ് ഉണ്ട്, പിന്നെ കരണ്ട് പോലത്തെ സാധനമൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് ഗൈസ് നമ്മുടെ TV. പിന്നെ അങ്ങനെ ഒരു 5 മണിയൊക്കെയാണ്. അപ്പൊ നമുക്ക് സ്വിമ്മിംഗ് പൂൾ ഒന്നും കണ്ടിട്ട് വരാം. ഇതാണ് ഇന്ന് 2 ദിവസം ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന റൂം. ഇവിടെയാണ്. കൊള്ളാം, റൂമൊക്കെ അടിപൊളിയാണ്. അത്യാവശ്യം അടിപൊളി വ്യൂ ഒക്കെ ഉണ്ട്. ഗൈസ്, നമ്മുടെ ബാൽക്കണിയുടെ വൈസ്രോയ് എന്നാണ് കേട്ടോ റിസോർട്ടിൻ്റെ പേര്. ഇതാണ് നമ്മുടെ ബാൽക്കണി. ഇതാണ് ബാൽക്കണി വരുന്നത്. ഒന്ന് ചില്ല് ചെയ്ത് റിലാക്സ് ചെയ്യാനായിട്ട് നമ്മുടെ ചെറിയ ചെയർസ് ഒക്കെ ഉണ്ട്. ഇത് പിന്നെ ഇതിൻ്റെ ചുറ്റും പ്ലാന്റേഷനാണ്. മാങ്ങ അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട്. തേയിലത്തോട്ടമുണ്ട്. പിന്നെ അതേപോലെ തന്നെ മാങ്ങ, പിന്നെ എന്താ പട്ട, കറയാമ്പ്, ഏലക്ക, ഇതെല്ലാം ഇവരിവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അതേപോലെ ഇതെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. നടക്കാൻ പൊന്നിമ്പി ഭയങ്കര ബിസിയില്ല. ഓക്കെ, ബാക്കി ഞങ്ങളെല്ലാം ഒന്ന് ഡ്രസ്സെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് പൂളിൽ പോകാൻ. പപ്പ ചോദിച്ചപ്പോൾ പൂളിൽ എന്തോ വർക്ക് കിടക്കണേണ്. അപ്പോൾ 5 മണിയാകുമ്പോഴേ പൂളിൽ ഇനി ഫ്രീ ആവുള്ളൂ. അപ്പോൾ 5 മണിയാകുമ്പോഴേക്കും ഞങ്ങൾ പൂളിൽ പോകും. അപ്പോൾ പൂളിലേക്ക് പോകുമ്പോൾ ബാക്കി കാണാം. ഓക്കെ. ഹലോ ഗൈസ്, അപ്പൊ നമ്മ വെയിറ്റ് ചെയ്ത് സ്വിമ്മിങ്ങിന് കാത്തിന്ന് അവിടെ എന്തോ പണിയൊക്കെ നടന്നിട്ട് 5 മണിക്ക് ഓപ്പൺ ആവുന്ന വന്നിട്ട് ഇപ്പൊ 5 മണിയായി. അപ്പൊ നമുക്ക് നേരെ സ്വിമ്മിങ്ങിന് പോയാലോ? അതിനുള്ള റിവ്യൂ ഒക്കെ നമ്മ ഇപ്പൊ കാണിച്ചു തരാം. അങ്ങനെ ഇതാണ് നമ്മുടെ പൂൾ ഏരിയ. ഇവിടെ എന്തോ കാൻഡിൽ ലൈറ്റ് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനുള്ള സെറ്റപ്പാണെന്ന് തോന്നുന്നു. മിലൻ റെഡി ടു ജമ്പ്. മിലൻ റെഡിയാണ് സ്വിമ്മിംഗ് പൂളിൽ ചാടാൻ. ഇതാണ് ഏരിയ വരുന്നത്. ഫുൾ സ്വിമ്മിംഗ് പൂളിൽ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ.